അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ, നമുക്ക് 4-1 എന്ന നിലയിൽ 2018 വന്ന വിധി ഓർമ്മയുണ്ടല്ലോ. അന്ന് ആ ബെഞ്ചിലെ ഏക വനിതാ ജഡ്ജിയാണ് വിയോജന ജഡ്ജ്മെന്റ് എഴുതിയത്. അന്ന് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന്റെ വിധി സമത്വത്തെ സംബന്ധിച്ച് ഒരു വലിയ എന്താ പറയുക ഒരു അവകാശ പ്രഖ്യാപനം പോലെ, മാഗ്ന കാർട്ട പോലെ വിശേഷിപ്പിക്കപ്പെട്ടിരുന്നു. ആ കാലത്ത് അതിൻ്റെ പൂർണ്ണരൂപം അടക്കം ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തതാണ്. ആ കാലത്തെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയിൽ നിന്ന് ഒരു പിന്മടക്കമോ അല്ലെങ്കിൽ മുന്നോട്ട് പോക്കോ ഇതുണ്ടാവും, അല്ലെങ്കിൽ ഇതുണ്ടാവുന്നുണ്ട് എന്ന് വേണോ വിചാരിക്കാൻ? ഇപ്പോൾ 9 അംഗ ബെഞ്ച് പരിഗണിക്കുമ്പോൾ അന്ന് നിന്ന് ആ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷനിലായിരിക്കും ഇനി എന്ന് കരുതാൻ കഴിയുമോ? കോൺസ്റ്റിറ്റ്യൂഷൻ മാറ്റി എഴുതിയിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏറ്റവും വലിയ പ്രത്യേകത ഈക്വാളിറ്റി ഡിറ്റർമിൻ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഈ ഡിനോമിനേഷൻ തീരുമാനിക്കണം. വിമൺ എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ് ആണോ? ഒരു ക്ലാസ്സിന് വേണ്ടി പ്രത്യേകമായിട്ട് ഒരു കാര്യം തീരുമാനിക്കാൻ പറ്റുമോ? ഒരു റിലീജിയസ് ഡിനോമിനേഷനിൽ വരുമോ വിമൺ? അതൊരു വലിയ ചോദ്യമല്ലേ. പിന്നെ മറ്റു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി പറഞ്ഞു. ഒരു കൂട്ടം മനുഷ്യരെ അൺടച്ചബിൾ ആണ് എന്ന് പ്രഖ്യാപിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയിൽ പെടുമോ? ഏതെങ്കിലും റിലീജിയസ് മൊറാലിറ്റിയിൽ പെടുമോ സ്ത്രീകളെ അൺടച്ചബിൾ ആണെന്ന് പ്രഖ്യാപിക്കണ കാര്യം? അപ്പോൾ ഇതൊക്കെ ആണ് നമ്മളുടെ ചോദ്യങ്ങളായിട്ട് ഇനി മുന്നോട്ട് വരുന്ന കാര്യങ്ങൾ. എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ്. സ്ത്രീകളെ മാറ്റി നിർത്തിയാൽ മാത്രമാണോ അയ്യപ്പൻ്റെ അമ്പലത്തിൽ വിശ്വാസം ഉണ്ടാകുന്നത്? സ്ത്രീകൾ അവിടെ കയറി തൊഴുതു കഴിഞ്ഞാൽ ഇതിനു മുൻപ് സ്ത്രീകൾ കയറിയിട്ടുണ്ടോ ഇല്ലയോ? ഇത്ര കാര്യങ്ങൾ. അതായത് ഇതിൽ എത്രത്തോളം ഭരണഘടനാ കാര്യങ്ങളിൽ ഭരണഘടനയ്ക്ക് അല്ലെങ്കിൽ എന്താ പറയുക ജുഡീഷ്യറിക്ക് ഭരണഘടന വ്യാഖ്യാനിച്ചുകൊണ്ട് റിലീജിയസ് കാര്യങ്ങളിൽ ഇടപെടാൻ പറ്റും? വലിയൊരു ചോദ്യമാണ്. അങ്ങനെയാണെങ്കിൽ റിലീജിയസ് കാര്യം എന്ന് പറയുന്ന കാര്യങ്ങളായിട്ടുള്ള ഗരുഡൻ തൂക്കത്തിൽ ഇടപെട്ടു. അതുപോലെ തന്നെ ഈ കുഞ്ഞുങ്ങളുടെ നേരെ നടത്തുന്ന കുറേ കാര്യങ്ങളുണ്ട്, അതിൻ്റെ കാര്യങ്ങളിൽ ഇടപെട്ടു. അതുപോലെ തന്നെ വളരെ കൃത്യമായി തന്നെ സതി റിലീജിയസ് കാര്യമാണ്, അതിലിടപെട്ടു. അങ്ങനെ എത്ര കാര്യങ്ങളിൽ കൃത്യമായി തന്നെ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ഈ പബ്ലിക് ഓർഡർ, മൊറാലിറ്റി, ഹെൽത്ത്, ഇത്തരം കാര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെയാണ്. അപ്പോൾ എന്ത് ബന്ധമാണ് സാങ്ഷൻ ചെയ്യുന്നില്ല, അത് പ്രാക്ടീസ്. പക്ഷെ ഹിന്ദു സ്ത്രീകൾ മാത്രമാണ് സതി അനുഷ്ഠിച്ചിരുന്നത്. അത് റിലീജിയസ് റീഫോർമേറ്റീവ് ആയിട്ട് അത് കൊണ്ടുവന്ന സമയത്ത് റിലീജിയന്റെ അകത്ത് നിൽക്കുന്ന വാദം പൂർത്തീകരിക്കട്ടെ, ഞാൻ സമയം തരാം. ഓക്കെ, ഞാൻ പറഞ്ഞു വന്ന സംഗതി വളരെ ക്ലിയർ ആണ്. ഏതൊക്കെ രീതിയിലാണോ മനുഷ്യരുടെ നേരെ അതിക്രമം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ കാര്യങ്ങളിലെല്ലാം തന്നെ ഇടപെടും. അത് നിങ്ങൾ മതം ഉപയോഗിച്ചുകൊണ്ടാണോ, നിങ്ങൾ മറ്റ് ഏതെങ്കിലും സംഗതികൾ ഉപയോഗിച്ചുകൊണ്ടാണോ ഇതിൽ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ കാര്യങ്ങളിൽ വളരെ കൃത്യമായി തന്നെ ഭരണഘടന ഉപയോഗിച്ചുകൊണ്ട് ഇടപെടാൻ സാധിക്കും. ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്ന സംഗതി ആദ്യമായി പറയുന്നത് അംബേദ്കർ ആണ്. അത് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഡിബേറ്റ് എടുത്ത് വായിക്കുമ്പോൾ അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവാൻ സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്? മനുഷ്യന് ഗുണകരമായ രീതിയിലല്ലേ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്? ട്രാൻസ്ഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണലിസം കൊണ്ടുവന്നിട്ടുള്ള എത്ര സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ 25ഉം 26ഉം വെച്ച് നോക്കുമ്പോൾ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 14 അത് സാങ്ക്രോസാങ്ക്റ്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലേ? അതിന് എന്തെങ്കിലും പരിമിതി ഉണ്ടോ? എന്നാൽ അതേസമയം തന്നെ റിലീജിയസ് ആയിട്ടുള്ള അവകാശങ്ങൾക്ക് വളരെ കൃത്യമായ പരിമിതിയുണ്ട്, ലിമിറ്റേഷൻ. നേരത്തെ പബ്ലിക് മൊറാലിറ്റി പറഞ്ഞു, അതുപോലെ തന്നെ കൃത്യമായി തന്നെ നമ്മുടെ ഹെൽത്ത് പറഞ്ഞു. അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ കൃത്യമായ ലിമിറ്റേഷൻ വെച്ചുകൊണ്ടാണ്. എന്താണ് നമ്മൾ ലിമിറ്റേഷൻ വെക്കുന്നത്? ഈക്വാലിറ്റിയുടെ മുകളിൽ നോ ഡിസ്ക്രിമിനേഷൻ എന്ന കാര്യം മാത്രമേ നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കുള്ളൂ. പ്രൊഹിബിഷൻ ഓഫ് അൺടച്ചബിലിറ്റിയെ പറ്റി പറയുന്നു, അത് കൃത്യമായി ഭരണഘടന പ്രൊഹിബിറ്റ് ചെയ്ത കാര്യമാണ്.